ഈ ED എന്ന് പറയുന്നത് ഇപ്പം കേന്ദ്ര സർക്കാരിൻ്റെ അന്വേഷണ ഏജൻസികളെ സംശയിക്കുന്നതൊന്നും രാജ്യദ്രോഹ കുറ്റമായിട്ട് ഇതുവരെ രാജ്യത്ത് നിലവിൽ വരാത്തത് കൊണ്ട് പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് ഇവരെ സംശയിക്കുന്നുണ്ട്. കാരണം ED നമ്മളെ മാധ്യമപ്രവർത്തകർ മണ്ടന്മാരാണ് എന്നാണ് അവരുടെ ഒരു വിചാരം എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഈ പല കേസുകൾ കേട്ടിട്ട് മാധ്യമപ്രവർത്തകരെ മണ്ടന്മാരാക്കുന്ന പരിപാടിയാണ് ഇവരെപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള നല്ല തോന്നൽ എനിക്കുണ്ട്. അതായത് ഈന്തപ്പഴത്തിൽ പിന്നെ സ്വർണം കടത്തി, ഖുറാനിൽ സ്വർണം കടത്തി, ആ വാഹനം തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് ഓടി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള കഥകൾ അവർ പറഞ്ഞിട്ടോ പറയാതെയോ മാധ്യമങ്ങളൊക്കെ വന്നത്. ബിരിയാണി ചെമ്പിൽ എനിക്ക് നേർക്കുനേർ അറിയാവുന്ന KT ജലീലുമായിട്ട് ബന്ധപ്പെട്ട കേസ് ഞാൻ ഇതുപോലൊരു ചർച്ചയിൽ പറഞ്ഞാണ്. പിന്നെ EDയുടെ നിരവധിയായിട്ടുള്ള അവരുടെ കേസ് ഹിസ്റ്ററി, എത്ര കേസ് എടുക്കുന്നു, ആ കേസ് എവിടെ ചെന്ന് അവസാനിക്കുന്നു എന്നുള്ള കാര്യം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് ഈ കാര്യങ്ങളെ പരിശോധിക്കുമ്പോൾ ഈ പറയുന്നത് പോലെ ഹർഷം പറഞ്ഞതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞതുപോലെ അല്ലാതെ ഇതിനെ നമ്മൾ ഉടനടി ED പറയുന്ന എല്ലാം ഇതാ ശരിയാണ് എന്ന് പറയാൻ എന്തായാലും പറ്റുന്ന കാര്യമല്ല. ED വാർത്താക്കുറിപ്പ് ഇറക്കുന്നു, പ്രസ് റിലീസാണ്, സ്വാഭാവികമായിട്ട് നമ്മൾ വാർത്തയും കൊടുക്കും. അതിനകത്ത് പക്ഷേ ED പറയുന്ന കാര്യങ്ങളെ സംശയിക്കുന്നുണ്ട് എന്ന് പറയുകയും വേണം. പക്ഷേ അപ്പോഴും ഹർഷം പറഞ്ഞതുപോലെ ഇതിനകത്ത് ഈ വീണ തൈക്കണ്ടിയിൽ എന്ന് പറയുന്ന വ്യക്തി അവരുടെ കമ്പനിയായിട്ടുള്ള എക്സാലോജിക്ക് എന്തുകൊണ്ടാണ് ഇതേക്കുറിച്ചൊന്നും പറയാത്തത് എന്ന ചോദ്യം സ്വാഭാവികമായിട്ട് അന്തരീക്ഷത്തിലുണ്ട്. ഇപ്പോൾ ഒരുപക്ഷേ കേസ് ഒന്നുകൂടെ മുറുകിയത് കൊണ്ടും റെയ്ഡ് നടന്നുകൊണ്ടൊക്കെ ഇപ്പോൾ ഒരു കോടതി അല്ലെ മറ്റു നടപടികളിലേക്കൊക്കെ പോകുന്നത് കൊണ്ട് ഇപ്പോൾ അവർക്ക് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നേരത്തെ അവർക്ക് പറയാവുന്ന ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു. അതവരാരും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഈ ലേക്കർ ഇന്ത്യ എന്ന് പറയുന്നൊരു കമ്പനി പുതുതായിട്ട് അന്തരീക്ഷത്തിലേക്ക് വരികയാണ്. അതിനെയും സത്യം പറഞ്ഞാൽ എനിക്ക് EDയോടാണ് സംശയം. ED വന്നിട്ട് റെയ്ഡ് നടത്തുന്നു, ഈ കേസ് ഒരുപാട് കാലമായിട്ട് അന്വേഷിക്കുകയാണ്, എന്നിട്ട് EDക്ക് ഒരു കമ്പനി ഉണ്ടെന്ന് ഇപ്പോഴാണ് അത്ര കണ്ടെത്താൻ പറ്റിയത്. എനിക്ക് ആ EDയുടെയൊക്കെ അന്വേഷണ രീതിയിലൊക്കെ നല്ല അതാണ് അന്ന് മുഹമ്മദ് റിയാസ് പറയുന്നു. അപ്പോൾ എന്താണെന്ന് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ കണ്ടെത്താൻ ഇത്ര വലിയ ബുദ്ധിമുട്ടാണ്. ഒരു ED എന്ന് പറയുന്നത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്നൊരു മഹാസംഭവം, ഈ പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള സകലമാന അധികാരമുള്ള, സകല പേപ്പർ നോക്കാവുന്ന അധികാരമുള്ള ഒരു സംഗതി ഇങ്ങനെയൊരു പ്രമാദമായ കേസ് ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട് നടത്തുമ്പോൾ അവരുടെ പേരിലൊരു കമ്പനി ഉണ്ടായിരുന്നു എന്ന് പിന്നീട് ഇപ്പോഴാണ് കണ്ടെത്തുക. അതായത് ഈ എപ്പിസോഡായിട്ടാണോ ഇത് അന്വേഷണത്തിൽ ഓരോരോ കണ്ടെത്തലുകൾ വരിക? എനിക്ക് പ്രവചിച്ച് ഈ RDXൽ ഇങ്ങനൊരു ശീലം വന്നുകൊണ്ടാണെന്ന് ഹർഷം വിചാരിക്കരുത്. പക്ഷേ എന്നാലും ഞാൻ പ്രവചിക്കാം, ഇവർ ഈ അടുത്ത ലോക്സഭാ ഇലക്ഷൻ ആകുമ്പോഴേക്കും ഒരു 3, 4, 5 പ്രസ് റിലീസ് കൂടെ ഇവരിങ്ങനെ ഇറക്കും. ഈ എപ്പിസോഡിക്കായിട്ട് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരും. ഇതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കുണ്ട്. ഇപ്പോൾ ഹർഷം പറഞ്ഞതുപോലെ ഇവരെന്തുകൊണ്ട് ഈ കാര്യത്തെ വിശദീകരിക്കുന്നില്ല? പിന്നെ ഇത് പരമാവധി മൂത്ത് അവരുടെ അച്ഛനിൽ നിന്ന് മാറിയിട്ട് അവരെ ഭർത്താവിലേക്ക് പോയിട്ട് ഭർത്താവ് വഴി CPM പ്രതിരോധിച്ചു കൊള്ളട്ടെ എന്ന മട്ടിലേക്ക് അവർ മിണ്ടാതിരിക്കുകയാണോ? ഇത്തരം ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ടും ആളുകളുടെ അന്തരീക്ഷത്തിലേക്ക് വരുമല്ലോ. ഇപ്പോൾ ലേക്കർ ഇന്ത്യ അദ്ദേഹത്തിൻ്റെ PA മുഹമ്മദ് റിയാസിൻ്റെ തെരഞ്ഞെടുപ്പിന് കൊടുത്തിട്ട് രേഖകൾ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം ഇപ്പോൾ പറയുന്നു. അദ്ദേഹം നടന്ന ബിസിനസ്സാണോ അത്? അങ്ങനെ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഒരു ബിസിനസ് നടന്നതായിട്ട് അല്ല, അത് ഭാര്യയുടെ പേരിലുള്ളതാണ്. ഓക്കെ, ഭാര്യയുടെ പേരിലുള്ളതാണ്. എന്നാൽ അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ എന്താണ് അതിൻ്റെ കമ്പനി? ഈ പറയുന്ന മുഹമ്മദ് റിയാസ് പറയണം, നമുക്ക് വാശി പിടിക്കാനൊന്നും പറ്റില്ല. അദ്ദേഹത്തിന് പറയാവുന്ന കാര്യം, അദ്ദേഹം രാഷ്ട്രീയ നേതാവാണ്, അദ്ദേഹത്തിന് പറയാവുന്ന കാര്യങ്ങൾ അദ്ദേഹം പറയട്ടെ. പക്ഷേ ഇവരൊരു ഇങ്ങനെ സംസ്ഥാനത്തെ 3.25 കോടി ജനത എന്നെപ്പോഴും ഞാൻ പറയാറുള്ളത്, ഈ സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ ചർച്ചകളെ ആകെ സ്വാധീനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ടായിരിക്കുക എന്തുകൊണ്ട് അവരുടെ ഭാഗത്തുനിന്നൊരു വിശദീകരണം അവരുടെ അഭിഭാഷകൻ്റെ പേരിലെങ്കിലും വരുന്നില്ല എന്നത് പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് ഇപ്പോൾ ഇവിടെ നിലനിൽക്കും. ഇതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ, അതായത് അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തിരിക്കുന്ന ഡിജിറ്റൽ ഡിവൈസിൽ നിന്ന് ഒരു ഫോട്ടോ കിട്ടി. എന്തിൻ്റെയാണ്? സിം കാർഡിൻ്റെ ഫോട്ടോ. പിന്നെ പറയുന്നത് നേരൊറ്റ ചാട്ടാണ്. ഈ സിം കാർഡ് വെച്ചിട്ട് വൈഫൈ കണക്ട് ചെയ്തിട്ട് വിദേശത്തേക്ക് വിളിച്ച് അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. എനിക്ക് മനസ്സിലായിട്ടില്ല മൊബൈൽ ഫോൺ കാണുന്ന ഒരു സിം കാർഡിൻ്റെ ഫോട്ടോ വെച്ചിട്ട് അവരെങ്ങനെയാണ് അത് കണ്ടെത്തിയത് എന്ന് വെച്ചാൽ അതിനകത്തുള്ള EMI നമ്പർ വെച്ചിട്ടൊക്കെ അന്വേഷിക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ടാവുമായിരിക്കും അല്ലേ? ഒരു പിടിയില്ല, എനിക്കറിയില്ല. ഞാൻ നമ്മുടെ ചെറിയ ബുദ്ധി വെച്ചിട്ട് മാധ്യമപ്രവർത്തകരുടെ ഭാവനയ്ക്ക് വിട്ടിരിക്കുകയാണ്. പകുതി ഇതിലിപ്പോൾ വർക്കാവുന്നത് പകുതി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാവനയും പകുതി മാധ്യമപ്രവർത്തകരുടെ ഭാവനയും ആണെന്നുള്ളതാണ് ഇതിന്റെ പ്രശ്നം. അതാണ് അതിൻ്റെ പ്രശ്നം. അതായത് നമ്മൾ മണ്ടന്മാരാക്കിയിട്ട് മാധ്യമപ്രവർത്തകർക്ക് കൊടുത്തിട്ട് ബാക്കി നിങ്ങളങ്ങ് പൂരിപ്പിച്ചോ എന്ന മട്ടിൽ ഇവർ ചെയ്യുകയാണോ എന്ന് എനിക്ക് നന്നായിട്ട് സംശയമുണ്ട്. അതായത് അങ്ങനെ സംശയിക്കുന്നത് രാജ്യദ്രോഹ കുറ്റാണെങ്കിൽ നമ്മളത് ചെയ്യുമെന്ന് ഒന്നുകൂടെ ആലോചിക്കും. പക്ഷേ ഇപ്പോൾ രാജ്യദ്രോഹ കുറ്റമല്ല, EDയെ സംശയിക്കുകയും എതിർക്കുകയൊക്കെ ചെയ്യാവുന്ന നില രാജ്യത്തുള്ളത് കൊണ്ടാണ്. ഈ കാര്യം അറിയുന്നതുകൊണ്ടായിരിക്കണം മുരളീധരൻ ഈ കാര്യം അറിയാവുന്നതുകൊണ്ടായിരിക്കും മുരളീധരൻ ഇത് പറഞ്ഞത്. പിന്നെ എന്തുകൊണ്ട് CPM 35 സീറ്റ് മാത്രമുണ്ട്, ഇടതുപക്ഷത്തിനാകെ അങ്ങേയറ്റം ദുർബലമായിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് CPMനെ മാത്രം ഇങ്ങനെ അടിക്കുന്നു? സത്യത്തിൽ നിങ്ങൾ പറഞ്ഞ ലോജിക്ക് അനുസരിച്ചായിരുന്നെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് CPMനെ അടിച്ചതുപോലെയാണെങ്കിൽ ഇപ്പോൾ BD സതീശനെയും കോൺഗ്രസിനെല്ലാം അറ്റാക്ക് ചെയ്യേണ്ടതെന്ന ചോദ്യം സ്വാഭാവികമായിട്ട് വരും. അതിനുള്ള ഒറ്റ കാര്യമുള്ളൂ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPMന് ഇത്ര വലിയ തിരിച്ചടി ഉണ്ടായത് എന്താണ്? അവരുടെ മേലുള്ള വിശ്വാസ്യത നഷ്ടമാണ്. അവരുടെ മുകളിൽ കേരള ജനതയ്ക്ക് വിശ്വാസ്യതയ്ക്ക് ഇടിവുണ്ടായി. അതുകൊണ്ടാണല്ലോ ഈ നിലയിലേക്ക് താഴേക്ക് വന്നത്, അതുകൊണ്ടുകൂടിയാണല്ലോ. അപ്പോൾ അതെല്ലാവർക്കും ഇപ്പോൾ അറിയാം. ആ വിശ്വാസ്യതയെ സമ്പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുക എന്ന സംഗതി രാഷ്ട്രീയമായിട്ടുണ്ട്.
ഇ ഡി അത് ചെയ്യുകയാണോ എന്ന് സംശയിക്കുന്നതെന്ന് കുറ്റം പറയാൻ പറ്റുമോ? CPM-നെയും അവർക്കൊപ്പം നിൽക്കുന്ന ആളുകളെയും ഇ ഡി അത് ചെയ്യുകയാണ്. അതായത് ഇവരുടെ വിശ്വാസ്യതയെ സമ്പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുക, ഇവർ വമ്പൻ പണം കടത്തുകാരാണ് എന്ന് സ്ഥാപിക്കുക, ഇവർ ഈ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ പദവി ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ മകൾക്ക് ചെയ്തു കൊടുത്തിരിക്കുകയായിരുന്നു എന്ന് സ്ഥാപിക്കുക, അന്തരീക്ഷത്തിലേക്ക് നിക്ഷേപിക്കുക. എന്നിട്ട് ഇവരുടെ കാര്യം തീർത്തതിന് ശേഷം അതിലേക്ക് പോയാൽ മതി. കെ മുരളീധരന് ഞാൻ ചിലപ്പോഴൊക്കെ ഈ മന്ത്രിയായതിനു ശേഷം അദ്ദേഹത്തെ അഭിനന്ദിക്കാനോ അദ്ദേഹത്തെ പറ്റി നല്ല വാക്ക് പറയാനോ അവസരം കുറവേ കിട്ടിയില്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് ബുദ്ധിയില്ലാത്ത ആളല്ലല്ലോ. ഇപ്പോൾ കെ മുരളീധരനെ മനസ്സിലായി, അതായത് ഇവരുടെ കാര്യം തീർത്തതിന് ശേഷം അടുത്തായിട്ട് വരുന്നത് എന്തായിരിക്കും? കാരണം ഇവരുടെ കയ്യിലെല്ലാം കിടക്കുകയാണ്. ഹർഷൻ നേരത്തെ അത് പറഞ്ഞില്ലെങ്കിലും 142 കോടി അല്ലേ, 182 കോടി, അതിൽ 2.5 കോടി ഈ വീണക്ക് കൊടുത്തതിന് ശേഷം വാഴയ്ക്ക് 140, 138 കോടി രൂപ, 180 മുകളിൽ കോടി രൂപ ഇങ്ങനെ കൊടുത്തായിട്ട് പേപ്പർ ഈ പറയുന്ന ഇനീഷ്യൽസ് ഉണ്ട് അവിടെ. ആ ഇനീഷ്യൽസ് ആരാണ്? എല്ലാവർക്കും അറിയാം, UDF-ലെ പ്രധാനപ്പെട്ട നേതാക്കളുമായിട്ട്. അവിടേക്കങ്ങ് ചെന്നാൽ മതി എന്നുള്ള കാര്യം നിൽക്കുന്നതുകൊണ്ടാണ് അവിടെ നിന്ന് ആ തരത്തിലുള്ള കാര്യങ്ങളിൽ ഇങ്ങനൊരു സംഗതി വരാത്തത്. ഇപ്പം അത് അവർക്കറിയാവുന്ന രാഷ്ട്രീയക്കാർക്ക് ഇക്കാര്യത്തിൽ, പിന്നെ ചില ആളുകൾ വിചാരിക്കും അത് അന്നേരം നോക്കാമല്ലോ, അത് അന്നേരത്ത് വന്നു കഴിഞ്ഞാൽ അന്നേരത്ത് നോക്കാം എന്ന് വിചാരിക്കും. പിന്നെ ചില ആളുകൾക്കാണെങ്കിൽ ഈ പേരുള്ള ആളുകൾക്കല്ലേ ബുദ്ധിമുട്ടുള്ളൂ, കോൺഗ്രസ് അല്ലേ പാർട്ടി, പേരുള്ള ആളുകൾക്കല്ലേ ഹർഷ ബുദ്ധിമുട്ടുള്ളൂ. പേരുള്ള ആളുകൾ അങ്ങോട്ട് മാറിയാൽ നമുക്കൊരു സൗകര്യം ഉണ്ട് അക്കാര്യത്തിൽ വിചാരിക്കുന്ന ആളുകളുണ്ടാവും. ഇപ്പോൾ കെ മുരളീധരൻ പറയുന്ന പോലെ എന്തുകൊണ്ടാണ് മറ്റ് നേതാക്കൾ ഇത് ഇക്കാര്യത്തിൽ സംശയം വെച്ച് പറയാത്തതെന്ന് ചോദിച്ചാൽ കോൺഗ്രസ് ആണ് പാർട്ടി എന്ന് നമ്മൾ കണ്ടോളണം. അപ്പോൾ ഇതിനകത്ത് ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇതെല്ലായ്പ്പോഴും ഈ പറയുന്ന ഇ ഡി ഇവിടേക്ക് വന്ന് നടത്തിയിരിക്കുന്ന സ്വന്തമായിട്ട് ഓഫീസും ഉണ്ടാക്കിയിട്ട് സ്വന്തമായിട്ട് വീടെടുത്തിട്ട് ഓഫീസിന് ചുറ്റും ഈ ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെ മാത്രം കറങ്ങി നടന്നിട്ടും എന്ത് കേസാണ് ഇതിനകത്ത് കൊണ്ടുവരാൻ പറ്റിയത്? പിന്നെ രാഷ്ട്രീയമാണിത് എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മളെ മാധ്യമപ്രവർത്തകരെ ശരിയല്ലാത്ത വിധത്തിൽ ഇവർ ഉപയോഗിക്കുകയാണോ എന്ന് പലർക്കും സംശയം വരുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്ക്, മാധ്യമപ്രവർത്തകർക്ക് അങ്ങനെ സംശയം വരുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ പുനർജനി പദ്ധതി ഈ സർക്കാരിൻ്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ളൊരു കേസ് നേരത്തെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് എല്ലാവർക്കും അറിയാമല്ലോ, ആ കേസ് ഈ സർക്കാർ റദ്ദാക്കി. അതിനകത്ത് കാര്യമൊന്നുമില്ല എന്ന് കണ്ടിട്ടാണ് അവർ റദ്ദാക്കിയത്. മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, അതിൽ കാര്യമില്ല എന്ന് കണ്ടെത്തുകയും അന്വേഷണ ഏജൻസി അക്കാര്യം അങ്ങ് ഒഴിവാക്കുകയും ചെയ്തു. പക്ഷേ അത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, അങ്ങനൊരു കേസ് പ്രതിപക്ഷ നേതാവും MLA-യും ആയിരിക്കെ വിദേശത്ത് പോയിട്ട് പണം സംഭാവന സ്വീകരിച്ചു, അത് ശരിയല്ലാത്ത വഴിയിലൂടെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വേണ്ട രീതിയിലൂടെ ഒന്നുമല്ല എന്ന് പറഞ്ഞിട്ട് ഇത് CPM-ൻ്റെയോ CPI-യുടെയോ നേതാക്കൾക്കെതിരെ ആയിരുന്നുവെങ്കിൽ, CPI-യുടെ കാര്യത്തിൽ എനിക്കറിയില്ല, CPM-ൻ്റെ നേതാക്കൾക്കെതിരെ ആയിരുന്നെങ്കിൽ ഉടനടി ED ഇങ്ങനെ ചാടി വീണാനല്ലേ. ED അപ്പോൾ ഒരു പേപ്പർ എടുത്തിട്ട് ഇതാ അതിൻ്റെ ഡീറ്റെയിൽസ് നിന്ന് തന്നേക്ക് എന്ന് പറഞ്ഞ് ചെല്ലില്ലേ, അവിടെ ചെന്നിട്ടില്ല. പിന്നെ PC ജോർജ് കഴിഞ്ഞ ദിവസം പറഞ്ഞു പൂഞ്ഞാറിലേക്ക് 4 കോടി രൂപ വന്നിട്ട് ഈ നേതാക്കളെല്ലാം കൂടി അടിച്ചു മാറ്റിയെന്ന് PC ജോർജ് പറഞ്ഞു. PC ജോർജ് മുതിർന്ന നേതാവാണ്. ഒരു മണ്ഡലത്തിലേക്ക് 4 കോടി രൂപ, അതും പൂഞ്ഞാറ് പോലെ ഇങ്ങനെയുള്ളൊരു മണ്ഡലത്തിൽ 4 കോടി രൂപ. അപ്പോൾ 140 മണ്ഡലങ്ങൾ അവർ മത്സരിച്ചു. എവിടെ നിന്നൊക്കെ വരുന്നുണ്ട്? പാർട്ടിക്കകത്ത് നിന്ന് തന്നെയും ഈ പറയുന്ന ആക്ഷേപങ്ങളും ആരോപണങ്ങളും വന്നിട്ട് ഈ ആരോപണങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി അവർ തന്നെ സമിതിയെ വെച്ചിരിക്കുകയാണ്. മനസ്സിലായില്ലേ? എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ ഇതെങ്ങനെ വന്നു ഈ പണം? സ്വാഭാവികമായിട്ട് പണത്തിൻ്റെ ഒഴുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പം ഇത് CPM-നകത്താണ് സംഭവിച്ചെങ്കിൽ PC ജോർജിനെ പോലെ ഒരാൾ വന്നിട്ടാണ് ഈ പറയുന്നതെങ്കിൽ ചാടി വീടില്ലേ? അപ്പോൾ ഇതെല്ലാം ഇവർ ചെയ്യില്ല എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. PC ജോർജ് ഇപ്പോൾ ആ പാർട്ടിയിലായതുകൊണ്ട് ആ അന്വേഷണമൊന്നും വരുന്നില്ല എന്ന് കൂട്ടിയാൽ മതി. കോൺഗ്രസിൻ്റെ കാര്യത്തിൽ, പുനർജനിയുടെ കാര്യത്തിൽ ഈ പറയുന്ന ഇവർ അന്വേഷണം നടത്തേണ്ടതില്ല, അവരുടെ റഡാറിൽ അതില്ല എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അവരുടെ സമയമായിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷേ ഇതെല്ലാം പറയുമ്പോഴും ഹർഷം പറഞ്ഞു നിർത്തിയെടുത്ത് തന്നെയാണ് ഞാൻ വരുന്നത്. ഇതൊരു രാഷ്ട്രീയ നേതാവിൻ്റെ മകളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കേസാണ്. അദ്ദേഹം കേരളത്തിലെ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള രാഷ്ട്രീയ നേതാവായിരുന്നു, ആണ് ഇപ്പോഴും കേരളത്തിലെ. CPM-ൻ്റെതായിട്ട് 2 തവണ മുഖ്യമന്ത്രിയായിട്ട് ബാക്ക് ടു ബാക്ക് ആയ ചരിത്രമാണത്. അങ്ങനെ ഒരാൾ പറയണ്ടോ? ഇല്ല. 2 തവണയായിട്ട് ബാക്ക് ടു ബാക്ക് 10 വർഷം ഭരിച്ച കേരളത്തിലെ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള രാഷ്ട്രീയ നേതാവിൻ്റെ മകള് അത്രയ്ക്ക് നല്ല ഇതെന്ന്, അല്ലെങ്കിൽ ആ തരത്തിൽ മാധ്യമ വിമർശനങ്ങളും മറ്റുമൊക്കെ അന്തരീക്ഷത്തിലുള്ള ഒരാളിൽ നിന്ന് എന്തിനു പണം സ്വീകരിച്ചു? ആ പണത്തിന് മതിയായിട്ടുള്ള പ്രവർത്തനം അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഇങ്ങനൊരു കേസ് ഉണ്ടായത്? എന്നൊക്കെ വെച്ചിട്ടുള്ളൊരു വിശദീകരണം വരാത്തത് എന്താണ്? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വിശദീകരിക്കാനാകാത്തതെന്ന ചോദ്യം അന്തരീക്ഷത്തിൽ ഉറപ്പായിട്ടുണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ED എല്ലാം ശരിയാകുന്നു എന്നല്ല, പക്ഷേ അതുകൊണ്ട് ഇവർ ആകപ്പാടെ എന്തുകൊണ്ട് വിശദീകരിക്കുന്ന ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന കാര്യം. ഇപ്പോൾ അവർക്ക് 2 ഉത്തരവാദിത്തമാണ്. ഞാൻ പറഞ്ഞതുപോലെ കേരളത്തിലെ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള രാഷ്ട്രീയ നേതാവിൻ്റെ മകൾ എന്ന ഉത്തരവാദിത്തം അവർക്കുണ്ട്. അതൊരു ധാർമ്മിക ഉത്തരവാദിത്തം മാത്രമാണ് കേട്ടോ വിശദീകരിക്കേണ്ടത്. ബാക്കി അവർക്ക് അവരുടെ കേസ് ഇങ്ങനെ നടത്തിയാൽ, ഞാനൊരു പ്രൈവറ്റ് പേഴ്സണാണ്, എനിക്ക് എൻ്റെ കേസ് ഇങ്ങനെ നടത്താൻ സൗകര്യമുള്ളൂ എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള രാഷ്ട്രീയ നേതാവിൻ്റെ മകൾ എന്ന നിലക്കും ഇപ്പോൾ ഇതേ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബോഡിയിലെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ അംഗമായിട്ടുള്ള മുൻമന്ത്രിയുടെ ഭാര്യ എന്ന നിലയിലും അവരുടെ ഈ കമ്പനിയൊക്കെ രൂപീകരിക്കുന്നതിൽ അവരുടെ അഡ്രസ്സ് തന്നെയും ഈ പാർട്ടിയുടെ ആസ്ഥാനമാണെന്ന് കേൾക്കുന്നു. അപ്പോൾ അവരുടെ മുന്നിൽ അധികമായിട്ടുള്ളൊരു ധാർമ്മിക ഉത്തരവാദിത്വം ഉണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമേ ഇല്ല. അതവർ വിശദീകരിക്കാത്ത എന്താണെന്ന് അവർ ഇന്നല്ലെങ്കിൽ നാളെ പറയേണ്ടതായിട്ട് വരും.